സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ സ്നേഹിക്കാൻ ഒരു കാലം. 4-5 കൊല്ലം മുമ്പ് ദമാമിൽ എൻ്റെ കൂടെ കുമ്മനാട്ടുകാരൻ ഒരു ജോൺസൺ ഉണ്ടായിരുന്നു. സാറിന് അവൻ്റെ ഒരു ഛായയുണ്ട്, അതായിരിക്കും സംശയം തോന്നി രവീന്ദ്രൻ പറഞ്ഞു. വിൽസൺ സിഗരറ്റ് ഒന്നാഞ്ഞു വലിച്ചു. ജോൺസന്റെ ബന്ധത്തിലുള്ള ആരുമല്ലല്ലോ? രവീന്ദ്രൻ ഉറപ്പിക്കാനായി വീണ്ടും ചോദിച്ചു. അല്ല, വിൽസൺ പറഞ്ഞു. എവിടാ വർക്ക് ചെയ്യുന്നത്? തിരുവനന്തപുരത്ത്. സ്വന്തം സ്ഥലം അത് തന്നെയാണോ? അല്ല, തിരുവല്ലയില. തിരുവല്ലയിൽ എവിടെയാ? രവീന്ദ്രൻ വിടാനുള്ള ഭാവമില്ലായിരുന്നു. സിഗരറ്റ് വലിച്ചു തീരുന്നതുവരെ സമയം കളയണമല്ലോ. തന്നെയുമല്ല, പത്മിനി കുളിച്ചിട്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുകയും വേണം. തുകലശ്ശേരി എന്ന് പറയും. നമ്മൾ ചെങ്ങന്നൂർ നിന്ന് തിരുവല്ലയ്ക്ക് പോകുന്ന റൂട്ടിലല്ലയോ തോലാശ്ശേരി? അതെ. വിൽസൺ തലകുലുക്കി. ഹണിയുടെ വീട് ചെങ്ങന്നൂരിനടുത്ത് അങ്ങാടിക്കൽ എന്ന സ്ഥലത്താണല്ലോ എന്ന് രവീന്ദ്രന് പെട്ടെന്ന് ഓർമ്മ വന്നു. ചെങ്ങന്നൂരൊക്കെ അറിയാമോ? അയാൾ ചോദിച്ചു. അറിയാം. താങ്കൾ ഗൾഫിലാണോ വർക്ക് ചെയ്യുന്നേ? വിൽസൺ വെറുതെ ചോദിച്ചു. അതെ. സൗദിയിൽ കഴിഞ്ഞയാഴ്ച ലീവിൽ വന്നത്. വരേണ്ട ഒരു എമർജൻസി ഉണ്ടായി, അതാ പെട്ടെന്ന് വന്നത്. എന്ത് എമർജൻസി? വിൽസൺ ചോദിച്ചു. അതൊരു നാറ്റുകേസാണ് സാറേ, പറയാൻ കൊള്ളത്തില്ല. വിൽസൺ മിണ്ടിയില്ല. അല്ല, ഞാനെന്തിനാ മറച്ചു വെക്കുന്നേ? എൻ്റെ അമ്മാവൻ്റെ മകൾ, അവൾ തൃശ്ശൂരിൽ പഠിക്കുമായിരുന്നു. അവൾ ഹോസ്റ്റലിൽ നിന്ന് ഒളിച്ചോടി. ആരുടെ കൂടെ? അതറിയത്തില്ല. അതേക്കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങി തിരിച്ചതാ ഞാൻ. കൂട്ടുകാരികളുടെ ഡീറ്റെയിൽസ് കിട്ടി. അവരെ കണ്ട് സംസാരിച്ചാൽ എന്തെങ്കിലും ഒരു സൂചന കിട്ടാതിരിക്കത്തില്ല, രവീന്ദ്രൻ പറഞ്ഞു. ആരോടും പറയാതെയാണോ ആ കുട്ടി സ്ഥലം വിട്ടത്? വിൽസൺ ചോദിച്ചു. അതൊക്കെ ഒരു കഥയാ സാറേ. അച്ഛൻ പണ്ടേ നാടുവിട്ടു പോയതാ. അയാളെക്കുറിച്ച് ഞങ്ങൾക്കൊരു വിവരവുമില്ല. അവൾ ഒരു കത്തെഴുതി കൂട്ടുകാരികളുടെ കയ്യിൽ കൊടുത്തിട്ടാ പോയത്. തമിഴ്നാട്ടിലെ ഒരു ജയിലിൽ അച്ഛൻ തടവ് ശിക്ഷ അനുഭവിക്കുകയാണെന്നും അച്ഛൻ അവിടെ ഫാമിലി ഉണ്ടെന്നും അവൾ അങ്ങോട്ട് പോവുകയാണെന്നും. പിന്നിൽ ഒരു വാതിൽ പെട്ടെന്ന് തുറക്കപ്പെട്ടു. ആ ശബ്ദം കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി. രവീന്ദ്രൻ മുറിയുടെ വാതിൽ അല്പം തുറന്ന് പത്മിനി പുറത്തേക്ക് തലയിട്ട് നോക്കി. നൈറ്റിയായിരുന്നു അവളുടെ വേഷം. വൈഫാണ്, രവീന്ദ്രൻ പറഞ്ഞു. ആ, എന്നെ കാണാഞ്ഞു നോക്കിയതാ. അവൾ ബാത്റൂമിലായിരുന്നു. വരാറായില്ലേ ചേട്ടാ? പത്മിനി വിളിച്ചു ചോദിച്ചു. ഒരു മിനിറ്റ്, ഞാനിപ്പം വരാം, അയാൾ പറഞ്ഞു. പത്മിനി വാതിലടച്ചു. പേടിച്ച. അവൾക്കിങ്ങനെ ഹോട്ടലിൽ താമസിച്ച് പരിചയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്? വിൽസന്റെ പോക്കറ്റിൽ കിടന്നിരുന്ന മൊബൈൽ പെട്ടെന്ന് ബെല്ലടിച്ചു. അയാൾ അതെടുത്തു നോക്കി. ഹണിയുടെ നമ്പറിൽ നിന്നായിരുന്നു വിളി വന്നത്. ഹലോ. അയാൾ കോൾ എടുത്തു. അങ്കിൾ, ഇതെവിടെയാ? വീണ ചോദിച്ചു. ഞാനിപ്പോൾ ഒരു ഹോട്ടലിലാണ്, ആലുവയിൽ. രാവിലെ ഇവിടെ നിറങ്ങിപ്പോയതല്ലയോ? എന്നിട്ട് ഇടയ്ക്കൊന്ന് വിളിച്ചു നോക്കിയോ? ഞങ്ങൾ 2 പെമ്പിള്ളേര് മാത്രമല്ലേ ഇവിടെയുള്ളൂ? അവൾ പരിഭവിച്ചു. രവീന്ദ്രൻ കാത്തു നിന്നു. അതേ, മൊബൈൽ എടുത്തൊന്ന് നോക്കിയേ. എറണാകുളത്ത് വന്നപ്പോൾ, അതായത് 12:30 ഞാൻ നിന്നെ വിളിച്ചു. മിസ്ഡ് കോൾ കണ്ടില്ലേ? അയാൾ ചോദിച്ചു. ഇല്ല. നോക്കിയാലല്ലേ കാണൂ. നീ നിന്റെ കൂട്ടുകാരിയുമായിട്ട് വാചകം അടിച്ചിരുന്ന് കാണും. അല്ല അങ്കിളെ, ഞാൻ കണ്ടില്ല. ഫോൺ കമ്പനിയുടെ 4-5 മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അത് ഓപ്പൺ ചെയ്തപ്പോൾ മിസ്ഡ് കോൾ കാണാതെ പോയതാവും. ഇന്നെന്തായിരുന്നു 2 പേരുടെയും പ്രോഗ്രാം? വിൽസൺ ചോദിച്ചു. ഞങ്ങൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് സിറ്റിയിൽ പോയി, വീണ പറഞ്ഞു. എന്തിന്? അതൊക്കെ നാളെ വരുമ്പോൾ പറയാം. ചില സർപ്രൈസ് കരുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾ. സംസാരം ഉടനെയൊന്നും അവസാനിക്കുന്ന മട്ടില്ലെന്ന് രവീന്ദ്രന് തോന്നി. അയാൾ ഒന്നും മിണ്ടാതെ മെല്ലെ റൂമിലേക്ക് മടങ്ങി. ആരോടാ ചേട്ടൻ സംസാരിച്ചുകൊണ്ട് നിന്നേ? പത്മിനി ചോദിച്ചു. ഞാനിപ്പോൾ പരിചയപ്പെട്ട ആളാ. ഞാൻ വീണയെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. ഒരു പരിചയമില്ലാത്ത ആളിനോട് എന്തിനാ അതൊക്കെ പറയാൻ പോയത്? ചേട്ടൻ എന്താ സുബോധം നഷ്ടപ്പെട്ടോ? അവൾ ശകാരിച്ചു. അതല്ലടി, അയാൾ തിരുവല്ലക്കാരനാ. ആ ഹണിയുടെ വീട് ചെങ്ങന്നൂരല്ലേ? ആ ഭാഗമൊക്കെ അയാൾക്ക് പരിചയമുണ്ട്. ചിലപ്പോൾ ഹണിയുടെ വീട്ടുകാരെ അറിയാമെങ്കിലോ? വേണ്ട. അയാൾ എങ്ങനത്തെ ആളാണെന്ന് ആർക്കറിയാം? നമ്മുടെ കയ്യിൽ അഡ്രസ്സും ഫോൺ നമ്പറും ഉണ്ടല്ലോ. നമുക്ക് നേരിട്ട് ചെന്ന് തിരക്കാം. അതും മതി, പത്മിനി പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാ. ഞാനിങ്ങനെ ആരോടും ആ കാര്യം മിണ്ടാൻ പോകുന്നില്ല. രവീന്ദ്രൻ സൂട്ട് കേസിൽ നിന്ന് ബ്രാൻഡി കുപ്പി പുറത്തെടുത്തു. നീ ബ്രാൻഡി കുടിച്ചിട്ടുണ്ടോ? അയാൾ ചോദിച്ചു. ഇല്ല. പത്മിനി കള്ളിയെപ്പോലെ മുഖം കുനിച്ചു. രവീന്ദ്രൻ എഴുന്നേറ്റ് ചെന്ന് വാതിൽ ബോൾട്ടിട്ട് പൂട്ടി. വീണ വിൽസനോട് മൊബൈലിൽ സംസാരിക്കുന്നത് നോക്കി ഹണി അടുത്ത് തന്നെ നിന്നു. എൻ്റെ റൂമിലെ കബോർഡ് തുറന്നു നോക്കൂ, അതിനുള്ളിൽ കാണും ലാപ്ടോപ്പ്, അയാൾ പറഞ്ഞു. അങ്കിൾ ഇല്ലാത്ത നേരത്ത് ആ മുറിയിൽ കയറാൻ ഞങ്ങൾക്കൊരു പേടി. എന്തിനാ പേടിക്കുന്നേ? ഞാൻ അനുവാദം തന്നില്ലേ?
ലാപ്ടോപ്പ് മാത്രം പോരാ, ഞങ്ങൾക്ക് നെറ്റ് എടുക്കണം, അതാണ് അത്യാവശ്യം, വീണ പറഞ്ഞു. അതിനെന്താ, യൂസർ നെയിമും പാസ്വേഡും ഞാൻ മെസ്സേജ് ചെയ്യാം പോരെ, വിൽസൺ പറഞ്ഞു. മതി, ഗേറ്റ് അടച്ച് പൂട്ടാൻ മറക്കല്ലേ, അയാൾ ഓർമ്മിപ്പിച്ചു. സന്ധ്യയ്ക്ക് മുമ്പേ ഞങ്ങൾ ഗേറ്റ് അടച്ച് ഉള്ളിൽ നിന്ന് പൂട്ടി. ഫ്രണ്ടിലെ ഡോറും പൂട്ടിയേക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഉടൻ എന്നെ വിളിക്കണം. എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവിടെ അവർ പാഞ്ഞെത്തും. വിളിക്കാം അങ്കിൾ. രാത്രിയിൽ എവിടുന്നാ കഴിക്കുന്നേ? ഇവിടെ ഹോട്ടലിൽ നിന്നാ. ശരി ഹണി, വെച്ചോ, നാളെ വിളിക്കാം. ശരി അങ്കിൾ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വീണ കോൾ കട്ട് ചെയ്തു. എല്ലാം കേട്ടുകൊണ്ട് ഹണി തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. എടി, അങ്കിൾ എന്നെ ഉച്ചയ്ക്ക് വിളിച്ചെന്നാ പറഞ്ഞത്, പക്ഷേ ഞാനത് കണ്ടില്ല, വീണ പറഞ്ഞു. ശരിയായിരിക്കും, നീ ഒന്ന് നോക്കിക്കേ. ഹണി ഉടൻ തന്നെ മിസ്ഡ് കോൾ ലിസ്റ്റ് നോക്കി. 12:40 വിൽസന്റെ കോൾ വന്നിരിക്കുന്നത് അവൾ കണ്ടു. ശരിയാടി, പാവം വിളിച്ചിട്ടുണ്ട്. ഹണി അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. പാവമോ? എന്താടി ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായതുപോലെ? പോടി, അവൾ ലജ്ജയോടെ മുഖം തിരിച്ചു. അപ്പോൾ തന്നെ അവളുടെ മൊബൈൽ ഒരു മെസ്സേജ് വന്നു. അത് നോക്കിയപ്പോൾ യൂസർ നെയിമും പാസ്വേഡുമാണ്. അവർ അപ്പോൾ തന്നെ വിൽസന്റെ മുറിയിൽ ചെന്ന് ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് വന്നു. സ്വീകരണ മുറിയിൽ ഇരുന്നു. ലാപ്ടോപ്പ് ലോഗിൻ ചെയ്ത് ഇൻ്റർനെറ്റ് എടുത്തു. ടെക്നോ പാർക്കിൻ്റെ വെബ്സൈറ്റിൽ ചെന്നപ്പോൾ 100-ലേറെ കമ്പനികൾ ജോബ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു നോക്കിയപ്പോൾ ഒരുപാട് കമ്പനികളിൽ വേക്കൻസി ഒഴിവുണ്ട്. പ്രധാനപ്പെട്ട 5 കമ്പനികളിലേക്കും അത്ര പേരില്ലാത്ത 5 കമ്പനികളിലേക്കും എഞ്ചിനീയറിംഗ് സെമസ്റ്റർ പരീക്ഷകളുടെ മാർക്ക് വിവരം കാണിച്ച് വീണ അപേക്ഷ അയച്ചു. ഞാൻ ഇൻഫോ പാർക്കിലെ കമ്പനികളിൽ മാത്രമേ ആപ്ലിക്കേഷൻ കൊടുക്കുന്നുള്ളൂ. അത് എറണാകുളത്തല്ലേ, ഇവിടെ എനിക്ക് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, ഹണി പറഞ്ഞു. മൊബൈലിൽ സെമസ്റ്റർ മാർക്കുകൾ നേരത്തെ സേവ് ചെയ്തു വെച്ചിരുന്നത് കൊണ്ട് അവൾ അത് നോക്കി. ഇൻഫോ പാർക്കിലെ 10-12 കമ്പനികൾക്ക് CV അയച്ചു കൊടുത്തു. ഇനിയൊക്കെ ദൈവഹിതം പോലെ നടക്കട്ടെ, ഹണി പറഞ്ഞു. ഏതെങ്കിലും കമ്പനിയിൽ ജോലി കിട്ടാതിരിക്കില്ല. നിനക്കാണെങ്കിൽ കൂടെ ശ്രീരാജുണ്ട്, പക്ഷേ എനിക്കോ തൽക്കാലം പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു വരുമാനമില്ലാതെ പറ്റില്ല, വീണ പറഞ്ഞു. എൻ്റെ കൂടെ ശ്രീയുണ്ട്, ശരിയാണ്, പക്ഷേ എൻ്റെ ചാച്ചനെ ആശ്രയിക്കുന്നത് പോലെ ശ്രീയുടെ അടുത്ത ആവശ്യങ്ങൾ അവതരിപ്പിക്കാൻ എനിക്ക് പറ്റില്ലടി. മൊബൈൽ റീചാർജ് ചെയ്യാനും ഓട്ടോ ചാർജ് കൊടുക്കാനും നാപ്കിൻ മേടിക്കാനും ഓരോ തവണയും ശ്രീയുടെ മുന്നിൽ ചെന്ന് കൈനീട്ടാൻ എന്തുകൊണ്ടോ എൻ്റെ അഭിമാനം അനുവദിക്കുന്നില്ല. സ്വന്തമായൊരു വരുമാനം ഇക്കാലത്ത് ഏത് പെണ്ണിനും ഉണ്ടായേ പറ്റൂ. ഹണി പറയുന്നത് ശരിയാണെന്ന് വീണയ്ക്ക് തോന്നി. അവൾക്ക് ചാച്ചനുണ്ട്, അമ്മച്ചിയുണ്ട്, ചേച്ചിയുണ്ട്. പക്ഷെ തനിക്കോ? കണക്ക് വെച്ചാണ് ഹോസ്റ്റൽ ഫീസ് അടയ്ക്കാനും കോളേജിലെ ചെലവുകൾക്കും കരുണനെങ്കിൽ മാസം തോറും പണം തന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും അച്ഛൻ്റെ പേരിൽ കിടക്കുന്ന പറമ്പിൽ നിന്ന് അതിലിരട്ടി വരുമാനം കരുണനങ്കിളിന് കിട്ടുന്നുമുണ്ട്. നീ വിഷമിക്കണ്ട, നിനക്കൊരു ജോലി കിട്ടുന്നത് വരെ നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരും. ചാച്ചൻ്റെ വിചാരം ഞാനിപ്പോൾ കൊല്ലത്ത് ബാങ്ക് കോച്ചിങ് കോഴ്സിന് ചേർന്നിരിക്കുകയാണെന്നല്ലേ. മാസം തോറും അതിൻ്റെ ചെലവിനുള്ള തുക എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ വന്നുകൊണ്ടിരിക്കും, ഹണി അവളെ ആശ്വസിപ്പിച്ചു. നിനക്കിപ്പോഴും കുറ്റബോധം തോന്നുന്നില്ലേടി, വീണ പെട്ടെന്ന് ചോദിച്ചു. ഹണി പെട്ടെന്ന് മുഖം കുനിച്ചു. സത്യമായിട്ടുമുണ്ട്. ഒരു ആവേശത്തിൻ്റെ പുറത്തന്ന് സംഭവിച്ചു പോയതാണ്. ചാച്ചനും അമ്മച്ചിയും തിരിച്ചു വരുന്നതുവരെ വെയിറ്റ് ചെയ്യാമായിരുന്നു. ശ്രീയും അതിന് സമ്മതിച്ചേനെ. സത്യത്തിൽ ഞാനാണ് അവനെ ഇതിലേക്ക് വലിച്ചിഴച്ചത്. അവന് പാതി മനസ്സേ ഉണ്ടായിരുന്നുള്ളൂ. സാരമില്ല, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി അതോർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല. നമുക്ക് കിടക്കാം. കിടന്നാലും ഉറക്കം വരില്ല. എന്നാലും ലൈറ്റണച്ച 2 കൂട്ടുകാരികളും ഉറങ്ങാൻ കിടന്നു. കേരളത്തിന് വെളിയിൽ നിനക്ക് ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടോ ഹണി? അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കൾ? പെട്ടെന്ന് വീണ ചോദിച്ചു. എന്താടി, ഇവിടുത്തെ എൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു. രവീന്ദ്രൻ ചേട്ടൻ വന്ന സ്ഥിതിക്ക് അയാൾ അടങ്ങിയിരിക്കത്തില്ല. അതിൻ്റെ തെളിവാണ് അയാൾ ഇന്ന് നമ്മുടെ ഹോസ്റ്റലിൽ പോയത്. ഹണി മിണ്ടിയില്ല. ഏതെങ്കിലും വിധത്തിൽ അയാൾ എന്നെ കണ്ടുപിടിക്കും. അയാൾ എന്നെ കൊണ്ടുപോകും. ആർക്കും എന്നെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. നീ വെറുതെ പേടിക്കുകയെ വീണ. അല്ലടി, എൻ്റെ മനസ്സ് പറയുന്നു ഞാനിവിടെ സേഫ് അല്ലെന്ന്. ദൂരെ എവിടെയെങ്കിലും പോയാൽ ഒരുപക്ഷെ എന്നെ വിടാൻ സ്ഥലമുണ്ടെങ്കിൽ നീ പറ, ഞാൻ പോകാം. കേരളത്തിന് വെളിയിൽ എനിക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല. പക്ഷെ ചാച്ചൻ്റെ ഇളയ ബ്രദർ വർഗീസ് ഉപ്പാപ്പൻ ഫാമിലിയായിട്ട് ബാംഗ്ലൂരിലുണ്ട്. വേണമെങ്കിൽ ഞാൻ ഉപ്പാപ്പനുമായിട്ട് നിന്റെ കാര്യം സംസാരിക്കാം. എന്നാലും അവരോടൊപ്പം താമസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. 2 ബെഡ്റൂം ഫ്ലാറ്റാണ്. ഉപ്പാപ്പനും വൈഫും കോളേജിൽ പഠിക്കുന്ന 2 ആൺമക്കളും.
വീണ ഒന്നും പറഞ്ഞില്ല. ഉറക്കം വരാൻ വേണ്ടി അവൾ കാത്തു കിടന്നു. രാവിലെ 9 മണിയായപ്പോൾ ഹോട്ടലിലെ മുറി പൂട്ടി രവീന്ദ്രനും പത്മിനിയും ഇറങ്ങി. തൊട്ടടുത്ത മുറിയുടെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോൾ വിൽസനെ കണ്ട് വെറുതെ ഒരു ലോഹ്യം പറഞ്ഞിട്ട് പോകണമെന്നുണ്ടായിരുന്നു അയാൾക്ക്. പക്ഷേ പത്മിനി സമ്മതിക്കില്ല എന്നറിയാമായിരുന്നത് കൊണ്ട് അയാൾ അതിന് മുതിർന്നില്ല. റിസപ്ഷനിൽ ചെന്ന് താക്കോൽ ഏൽപ്പിച്ച് കൊടുങ്ങല്ലൂർക്ക് പോകാനുള്ള വഴി ചോദിച്ചു മനസ്സിലാക്കിയിട്ടാണ് പത്മിനിയുമൊത്ത് അയാൾ കാറിൽ കയറിയത്. നിത്യ എന്ന ഈ പെണ്ണിനെ ചേട്ടൻ നേരത്തെ കണ്ടിട്ടുണ്ടോ? പത്മിനി ചോദിച്ചു. 2 തവണ വീണയെ കാണാൻ വേണ്ടി ഞാൻ അവളുടെ ഹോസ്റ്റലിൽ പോയിട്ടുണ്ട്. പക്ഷേ അവളുടെ റൂംമേറ്റ്സിനെ പരിചയപ്പെട്ടതായി ഓർക്കുന്നില്ല. കാർ ഓടിക്കുന്നതിനിടയിൽ അയാൾ പറഞ്ഞു. പക്ഷെ ചേട്ടനെക്കുറിച്ച് അവൾ കൂട്ടുകാരികളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിന് സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ആരാണെന്ന് നിത്യയോട് പറയും? രവീന്ദ്രൻ ഒന്ന് ആലോചിച്ചു. ഭാര്യയാണെന്ന് പറഞ്ഞാൽ അവൾ സംശയിച്ചേക്കും. തന്നെയുമല്ല, അവളുടെ മുമ്പിൽ എൻ്റെ വില പോകും. അതുകൊണ്ട് പെങ്ങളാണെന്ന് പറയും. അമ്മയുടെ അനിയത്തിയുടെ മോൾ, അയാൾ പറഞ്ഞു. അതാ നല്ലത്. ഭാര്യയാണെന്നൊക്കെ പറഞ്ഞ എനിക്ക് ഒരു ചമ്മല ചേട്ടാ. ഞാൻ ഇന്നലെ രാത്രിയിൽ വീട്ടിലോട്ട് വിളിച്ചപ്പം അച്ഛൻ അത്ര രസത്തിലല്ല സംസാരിച്ചത്. നിന്നെ കൂടെ കൊണ്ടുവന്നത് 2 പേർക്കും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ചേട്ടൻ തിരിച്ചു പോയി കഴിയുമ്പോൾ അതിൻ്റെ പോര് അവർ എന്നോടെടുക്കും. അവൾ ഭയന്നു. അതൊന്നുമില്ല. വീണയെ കണ്ടുപിടിക്കേണ്ടത് അവരുടെ കൂടി ആവശ്യമാണല്ലോ. അവരുടെ ശ്രദ്ധക്കുറവ് കാരണമാണ് അവൾ ചാടിപ്പോയത്. അല്പനേരത്തേക്ക് 2 പേരും ഒന്നും മിണ്ടിയില്ല. കൊടുങ്ങല്ലൂര് ചേട്ടന് പരിചയമുണ്ടോ? പിന്നെ പത്മിനി ചോദിച്ചു. ഇല്ല. സന്ധ്യ എന്നു പേരുള്ള ഒരു കുട്ടി കൊടുങ്ങല്ലൂരില്ല. അവൾക്ക് നിത്യയുടെ വീടറിയാം. വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാം. ഹൈവേയിൽ നിന്ന് കൽപ്പക റോഡിലേക്ക് തിരിയണം. അവിടെ ഒരു ബാങ്കും അത് കഴിഞ്ഞ് ഡ്രൈവിംഗ് സ്കൂളുമുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഇടതുവശത്ത് വെള്ള പെയിൻ്റ് അടിച്ച ഒരു ഇരുനില വീടുണ്ട്. അതാണ് കൗസ്തുഭം. കൊടുങ്ങല്ലൂർ ടൗണിൽ അവർ എത്തി. മുനിസിപ്പൽ ഓഫീസിൻ്റെ മുന്നിലൂടെ വീണ്ടും മുന്നോട്ട്. ഒരു ഓട്ടോക്കാരനോട് ചോദിച്ച് കൽപ്പക റോഡ് എവിടെയാണെന്ന് മനസ്സിലാക്കി. നേരെ പോകുമ്പോൾ ഇടതുവശത്ത് ഒരു പെട്രോൾ പമ്പുണ്ട്. അത് കഴിഞ്ഞ് വലത്തേക്ക് ആദ്യത്തെ റോഡാണ്. കൽപ്പക റോഡിലേക്ക് തിരിഞ്ഞു. വീണ്ടും ചെന്നപ്പോൾ ഇടതുവശത്ത് വെള്ള പെയിൻ്റ് അടിച്ച ഇരുനില വീട്. ഗേറ്റിൽ കൗസ്തുഭം ശിവശങ്കരൻ എന്ന് എഴുതിയിരിക്കുന്നു. രവീന്ദ്രൻ റോഡിൻ്റെ ഓരം ചെന്ന് കാർ നിർത്തി. ഇറങ്ങി വാ, അയാൾ പറഞ്ഞു. അയാളുടെ പിന്നാലെ പത്മിനി ഇറങ്ങി. അവർ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ മുകളിലത്തെ മുറിയിൽ അനിയൻ ശരത്തുമായി ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കുന്ന നിത്യ 2 പേരെയും കണ്ടു. കളി നിർത്തിയ അവൾ കോണിപ്പടികൾ ഓടിയിറങ്ങി അടുക്കളയിലേക്ക് ചെന്നു. അവളുടെ അമ്മ ഗായത്രി അപ്പോൾ അവിയലുണ്ടാക്കാൻ കഷ്ണങ്ങൾ നുറുക്കുകയായിരുന്നു. അമ്മേ, അവർ വന്നിട്ടുണ്ട്. വീണയുടെ വീട്ടിൽ നിന്ന് അവളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിത്യ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കള്ളം പറഞ്ഞാൽ കുഴപ്പമാകുമോ മോളെ? പിന്നെ പോലീസോ മറ്റോ വന്ന് ചോദിച്ചാൽ? ഗായത്രി ഭയന്നു. അമ്മ അങ്ങോട്ട് വരാതിരുന്നാൽ മതി, ഞാൻ സംസാരിച്ചോളാം. ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. കോളിംഗ് ബെല്ല് മുഴങ്ങി. നിത്യ ചെന്ന് മുൻവാതിൽ തുറന്നു. നിത്യയല്ലേ? അവളെ കണ്ട് അയാൾ ചോദിച്ചു. അതെ, ഞാൻ വീണയുടെ കസിനാണ്, രവീന്ദ്രൻ. ഓ, സൗദിയിലുള്ള. അവൾ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് നിത്യ പരിചയഭാവം നടിച്ചു. ഞങ്ങൾ ചില കാര്യങ്ങൾ അറിയാൻ വന്നതാ. ഇത് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോളാണ്, പത്മിനി. നിത്യ അവളെ നോക്കി. പത്മിനി എന്നു പേരുള്ള ഒരു വീട്ടുവേലക്കാരിയെക്കുറിച്ച് വീണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കയറി വന്നാട്ടെ, അകത്തിരുന്ന് സംസാരിക്കാം. നിത്യ അവരെ ക്ഷണിച്ചു. 2 പേരും സ്വീകരണ മുറിയിലേക്ക് കയറി സെറ്റിയിൽ അടുത്തടുത്ത് ഇരുന്നു. ശരത്ത് ഒന്ന് എത്തി നോക്കിയിട്ട് പോയി. എൻ്റെ അനിയനാ, അവൾ പറഞ്ഞു. അമ്മ അടുക്കളയിൽ പണിയ, അച്ഛൻ ഓഫീസിൽ പോയിരിക്കുക. ഞങ്ങൾ വന്നത് എന്തിനാണെന്ന് നിത്യയ്ക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതുവരെ വീണയെക്കുറിച്ച് ഒരു വിവരവുമില്ല. പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അവർ അന്വേഷിക്കുകയാണെന്ന് പറയുന്നു. നിത്യ ഒന്നും മിണ്ടിയില്ല. നിങ്ങൾ കൂട്ടുകാരായിരുന്നല്ലോ. അവൾ അച്ഛൻ്റെ അടുത്തേക്ക് തന്നെയാണോ പോയത്? നിത്യയ്ക്ക് അതേക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? രവീന്ദ്രൻ ചോദിച്ചു. വീട്ടുകാര്യങ്ങളൊന്നും അവൾ ഞങ്ങളോട് അധികമൊന്നും പറയാറില്ല അങ്കിളെ. അമ്മ ചെറുപ്പത്തിലേ മരിച്ചുപോയെന്നും അച്ഛൻ പണ്ടേ നാട് വിട്ടു പോയെന്നും അവൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം അവളെ കാണാൻ ഒരാൾ ഹോസ്റ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി പോയി കഴിഞ്ഞിട്ടാണ് അവൾ പറഞ്ഞ് അച്ഛനാണെന്നും ഏതോ കൊലക്കേസിൽ പ്രതിയായി ജീവപര്യന്തം അനുഭവിക്കുകയാണെന്നും പരോളിൽ ഇറങ്ങിയതാണെന്നുമൊക്കെ. രവീന്ദ്രനും പത്മിനിയും എല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്നു. കഴിഞ്ഞ മാസം ഫൈനൽ എക്സാം എഴുതി കഴിഞ്ഞാണ് അവൾ പറഞ്ഞത്.
അച്ഛൻ മധുരയിലുണ്ടെന്നും അങ്ങോട്ട് പോവുകയാണെന്നും അച്ഛൻ അവിടെ ഒരു തമിഴ് സ്ത്രീയെ കല്യാണം കഴിച്ച ഒരു മകളുണ്ടെന്നുമായിരുന്നു പറഞ്ഞത്. വീട്ടിൽ നിന്ന് അവളെ വിളിക്കാൻ ആരെങ്കിലും വന്നാൽ കൊടുക്കാൻ ഒരു കത്തും എഴുതി തന്നിട്ടാണ് അവൾ പോയത്. ആരെങ്കിലും വന്ന് അവളെ കൊണ്ടുപോയതാണോ? രവീന്ദ്രൻ ചോദിച്ചു. അല്ല, ഓട്ടോ പിടിച്ച് അവൾ ഒറ്റയ്ക്ക് ബാഗുമായി ബസ് സ്റ്റേഷനിലേക്ക് പോയത്. അയാൾ അല്പനേരം ചിന്തിച്ചിരുന്നു. പിന്നെ അവൾ നിത്യയെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഒരു വിവരവും അറിഞ്ഞിട്ടില്ല. ശരത്ത് 2 ഗ്ലാസ് ലൈം ജ്യൂസുമായി വന്നു. നിത്യ അത് വാങ്ങി 2 പേർക്കും കൊടുത്തു. ഞാൻ എൻ്റെ നമ്പർ തരാം. വീണയെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിഞ്ഞാൽ എന്നെ അറിയിക്കണം. അവളെ കാണാഞ്ഞിട്ട് അച്ഛനും അമ്മയ്ക്കും ഒരു സമാധാനവുമില്ല. പ്രഷർ കയറി അമ്മ ഹോസ്പിറ്റലിലാണ്. അയാൾ പറഞ്ഞു. നിത്യ മിണ്ടിയില്ല. വീണയുടെ പേരിൽ നാട്ടിൽ കുറച്ച് സ്വത്തുവകകളുണ്ട്. അതൊക്കെ അന്യാധീനപ്പെടാതിരിക്കണമെങ്കിൽ അവൾ വന്നാലേ പറ്റൂ. അച്ഛൻ്റെ കൂടെ ജീവിക്കാനാണ് അവൾക്കിഷ്ടമെങ്കിൽ അതിന് ഞങ്ങളാരും ഒരു തടസ്സവും ചെയ്യില്ല. അല്പനേരം കൂടി സംസാരിച്ചിരുന്ന ശേഷം 2 പേരും യാത്ര പറഞ്ഞിറങ്ങി. അവർ പോയി കഴിഞ്ഞിട്ടാണ് ഗായത്രി വന്നത്. എന്തു പറഞ്ഞു നീ അവരോട്? അവൾ അച്ഛൻ്റെ അടുത്തേക്ക് പോയെന്ന് മധുരയിലേക്ക് നിത്യ പറഞ്ഞു. അത് കള്ളമായിരുന്നെന്ന് പിന്നീട് തെളിഞ്ഞാൽ അവൾ എന്നോട് പറഞ്ഞ കാര്യമല്ലേ എനിക്കറിയൂ. ഗായത്രി പിന്നെ ഒന്നും ചോദിച്ചില്ല. നിത്യ മുകളിലത്തെ മുറിയിൽ ചെന്ന് അപ്പോൾ തന്നെ ഹണിയെ വിളിച്ചു. വിവരം പറഞ്ഞു. എന്നെക്കുറിച്ച് അവർ വല്ലതും ചോദിച്ചോടി? ഹണി തിരക്കി. ഇല്ലടി. അല്ല, എന്നെ അന്വേഷിച്ച് ചെങ്ങന്നൂർക്ക് പോകുമോയെന്നറിയാനാ? ഏയ്, അതിന് സാധ്യതയില്ല. ഹണിയുടെ തൊട്ടടുത്ത് തന്നെ വീണു ഉണ്ടായിരുന്നു. നിത്യ പറഞ്ഞതെല്ലാം അവർ വിശ്വസിച്ചോടി? ഹണി ചോദിച്ചു. വീണ മിണ്ടിയില്ല. ഇനി അയാൾ നേരെ മധുരയ്ക്ക് പോകും. തിരിഞ്ഞ് തിരിച്ചു വരും. അതാ സംഭവിക്കാൻ പോകുന്നേ. അല്ല, വീണ പറഞ്ഞു. പിന്നെ അയാൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കും. ഹണി അവളെ പകച്ചു നോക്കി. പോലീസ് വന്ന് എന്നെ കൊണ്ടുപോയി അയാൾക്ക് കൊടുക്കും. അയാളാണല്ലോ എൻ്റെ അടുത്ത ബന്ധു. രക്ഷപ്പെടാൻ നിനക്ക് വേറൊരു മാർഗമുണ്ട്, ഹണി പറഞ്ഞു. എന്താണ്? അതിനു മുമ്പ് നീ ആരെയെങ്കിലും കെട്ടണം. നിനക്ക് വേറൊരു അവകാശിയുണ്ടായാൽ ആർക്കും നിന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. നീ പ്രായപൂർത്തിയായ പെണ്ണാണ്. എന്നെ ആര് കെട്ടും ഹണി? പെട്ടെന്ന് വീണയുടെ മൊബൈൽ ബെല്ലടിച്ചു. വിൽസനാണ് വിളിച്ചത്. ഞാൻ പരശുറാം എക്സ്പ്രസ്സിൽ വരുന്നുണ്ട് ഹണി. 7 മണിയാകുമ്പോൾ അവിടെ എത്തും. നാളെ രാവിലെ വീണയെ വിടാമെന്ന് പറഞ്ഞേക്ക്. ശരിയെങ്കിൽ. കോൾ കട്ടായി. അന്ന് വിൽസൺ വന്നപ്പോൾ 7:30 കഴിഞ്ഞു. 2 കൂട്ടുകാരികളും അത്ര സന്തോഷത്തിലല്ല എന്നയാൾ പെട്ടെന്ന് മനസ്സിലാക്കി. കൂട്ടുകാരി നാളെ പോകുന്നത് കൊണ്ടുള്ള വിഷമമാണോ ഹണിക്ക്? അയാൾ വീണയോട് ചോദിച്ചു. അവളെ പിരിയുന്നതിൽ എനിക്ക് അങ്കിളെ വിഷമം. നല്ല രസമായിരുന്നു കഴിഞ്ഞ 4-5 ദിവസം, ഹണി പറഞ്ഞു. അതിനെന്താ, ഇടയ്ക്കൊക്കെ 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് നിൽക്കാമല്ലോ, അയാൾ പറഞ്ഞു. പക്ഷെ അടുത്തയാഴ്ച അവൾ ഇവിടുന്ന് താമസം മാറ്റത്തില്ലേ? ഹണി ചോദിച്ചു. അത് സാരമില്ല, സൗകര്യം കിട്ടുമ്പോൾ 2 ആളും ഇങ്ങോട്ട് പോന്നോളൂ. ഇഷ്ടമുള്ളത്രയും ദിവസം ഇവിടെ താമസിക്കാം, വിൽസൺ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ഹണിയെ വിൽസൺ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുചെന്ന് വിട്ടു. യാത്രയാക്കാൻ വീണയും കൂടെ ചെന്നു. ഞാൻ വിളിക്കാം, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഹണി അവളോട് രഹസ്യമായി പറഞ്ഞു. ഉച്ചയോടെ ഹണി എറണാകുളത്തെത്തി. അവളെ കാത്ത് ശ്രീരാജ് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നു മുതൽ എനിക്ക് നൈറ്റ് ഷിഫ്റ്റാണ്. 6 മണിക്ക് ചെന്നാൽ മതി, അവൻ പറഞ്ഞു. അപ്പോൾ അടുത്ത 2 ആഴ്ച രാത്രിയിൽ ഞാൻ തനിച്ച്? അതിനെന്താ, പകൽ ഞാനില്ലേ കൂടെ? അങ്ങനെ പറഞ്ഞെങ്കിലും ശ്രീരാജിൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും എന്തോ ഒരു അകൽച്ചയുണ്ടെന്ന് അവൾക്ക് തോന്നാതിരുന്നില്ല. അവനെ തനിച്ചാക്കിയിട്ട് 3-4 ദിവസം വീണയോടൊപ്പം പോയി താമസിച്ചതിൻ്റെ പരിഭവം കാണിക്കുന്നതാണോ? പിറ്റേന്ന് ചൊവ്വ ഞാൻ കല്ലൂർ വരെ ഒന്ന് പോവുക ശ്രീ. അവൻ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് പ്രാതൽ കഴിച്ച ശേഷം ഉറങ്ങാൻ കിടന്നപ്പോൾ ഹണി പറഞ്ഞു. എന്തിനാണ്? അന്തോണീസ് പുണ്യാളൻ്റെ നൊവേന കൂടാൻ. തിരി കത്തിച്ച് എനിക്ക് പ്രാർത്ഥിക്കണം. മനസ്സിൽ ഒരാഗ്രഹമുണ്ട്. എന്താണ്? എനിക്ക് ഒരു ജോലി കിട്ടണം. അവൻ അവളെ ഒന്ന് നോക്കി. നീ എപ്പോൾ തിരിച്ചു വരും? 2 മണിക്കൂർ കഴിയും. എന്നാൽ പോയിട്ട് വാ. ഹണി പോയപ്പോൾ അവൻ വാതിൽ പൂട്ടി ഉറങ്ങാൻ കിടന്നു. പെട്ടെന്ന് ഉറങ്ങുകയും ചെയ്തു. എത്ര നേരം കഴിഞ്ഞെന്നറിയില്ല. കോളിംഗ് ബെല്ലിൻ്റെ മുഴക്കം കേട്ടാണ് അവൻ പിന്നെ ഉണർന്നത്. ഹണി തിരിച്ചെത്തിയോ? ശ്രീരാജ് ചെന്ന് വാതിൽ തുറന്നു. പുഞ്ചിരിയോടെ ശ്രീജയുടെ അച്ഛൻ മാധവചന്ദ്രനും അമ്മ അംബുജവും വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. മാധവചന്ദ്രനെയും അംബുജത്തെയും കണ്ട് ശ്രീരാജ് ഞെട്ടലോടെ പിന്നിലേക്ക് മാറി. അവൻ്റെ മുഖത്തെ ഭാവവ്യത്യാസം കണ്ട് 2 പേരും ശ്രദ്ധിച്ചു. ശ്രീരാജ് ഈ നേരത്തെ ഞങ്ങളെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലയോ? മാധവചന്ദ്രൻ ചോദിച്ചു. അത്
ഞാൻ വർക്ക് കഴിഞ്ഞ് വന്ന് കിടക്കുമായിരുന്നു. പെട്ടെന്ന് കണ്ടപ്പോൾ വിളറിയ മുഖത്തോടെ അവൻ പറഞ്ഞു, രാവിലെ മേനോൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാ പറഞ്ഞേ ശ്രീരാജിന് ഈ ആഴ്ച നൈറ്റ് ഷിഫ്റ്റ് ആണെന്ന്. പകൽ വീട്ടിൽ കാണുമെന്നും അതാ ഞങ്ങൾ വന്നേ. ഹണി നൊവേന കഴിഞ്ഞ് ഏത് നിമിഷത്തിലും വന്ന് കയറുമെന്ന ഓർമ്മയിൽ അവൻ നടുങ്ങി. വാതിലിൽ തന്നെ നിന്നതല്ലാതെ അകത്തേക്ക് ക്ഷണിക്കുന്നില്ലല്ലോ ശ്രീരാജ് എന്ന് അംബുജ ഓർത്തു. എന്താ മോനെ, നിനക്ക് സുഖമില്ലേ? അവൻ്റെ പാരവശ്യം കണ്ട് അംബുജൻ ചോദിച്ചു. ഒന്നുമില്ല ആൻറ്റി, നല്ല ഉറക്കമായിരുന്നു ഞാൻ. ബെല്ല് കേട്ടാ ഉണർന്നേ. അതിൻ്റെ ഒരു പ്രോബ്ലമാ. രണ്ടുപേരും കയറി വന്നാട്ടെ. തൻ്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് മനസ്സിലായപ്പോൾ അവൻ പെട്ടെന്ന് പറഞ്ഞു. മാധവചന്ദ്രനും അംബുജവും ഡ്രോയിങ് റൂമിലേക്ക് കയറി. ശ്രീരാജ് പെട്ടെന്ന് വാതിലടച്ചു. ഇരുന്നാട്ടെ, ഭവിത നടിച്ച് അവൻ പറഞ്ഞു. പക്ഷേ മനസ്സിൽ അവൻ രണ്ടുപേരെയും ശപിച്ചു. നാശങ്ങൾക്ക് വന്ന് കയറാൻ കണ്ട സമയം. മോനിരിക്ക്. സിറ്റിയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അംബുജൻ പറഞ്ഞു. എതിർവശത്തുള്ള സിറ്റിയിൽ അവൻ തളർച്ചയോടെ ഇരുന്നു. പക്ഷേ ഉറച്ചിരിക്കുവാൻ അവന് കഴിഞ്ഞില്ല. എത്രയും വേഗം രണ്ടുപേരും പോയെങ്കിൽ എന്നവൻ മനസ്സുരുകി പ്രാർത്ഥിച്ചു. അച്ഛൻ ഇന്ന് വിളിച്ചായിരുന്നോ? മാധവൻ ചന്ദ്രൻ ചോദിച്ചു. ഇല്ല, എന്നാൽ വിളിക്കും. ഒരു സന്തോഷ വാർത്തയുണ്ട്. ശ്രീരാജിനോട് അക്കാര്യം പറയാനും കൂടാ ഞങ്ങൾ വന്നത്, മാധവചന്ദ്രൻ പറഞ്ഞു. എന്താണെന്ന അർത്ഥത്തിൽ അവൻ അയാളെ നോക്കി. പാൻസും ഷർട്ടുമായിരുന്നു അയാളുടെ വേഷം. അംബുജത്തിൻ്റേത് ചുരിദാറും. ആ വേഷത്തിൽ രണ്ടുപേർക്കും നല്ല ചെറുപ്പം. കല്യാണ മണ്ഡപം ബുക്ക് ചെയ്തിട്ടാ ഞങ്ങൾ വരുന്നേ. അടുത്ത മാസം 28-ാം തീയതി രാവിലെ 11:40-നും 12:10-നും മധ്യയാണ് മുഹൂർത്തം. തലചുറ്റി വീണു പോകുമെന്ന് ശ്രീരാജ് ഭയന്നു. അവൻ സെറ്റിയുടെ ഇരുവശങ്ങളിലും അള്ളിപ്പിടിച്ചു. രാവിലെ മേനോനെ വിളിച്ച് ജോത്സ്യൻ എഴുതി തന്ന ചാർത്ത് വായിച്ചു കേൾപ്പിച്ചു. ആ ഡേറ്റ് തന്നെ എടുക്കാൻ മേനോൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾ വന്ന് കല്യാണ മണ്ഡപം അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്തു. 1 മണിക്കൂർ വൈകിയ ചിലപ്പോൾ കിട്ടില്ലെന്ന് വരും. ശ്രീരാജ് ശബ്ദിക്കാനാവാതെ ഇരുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നത് സാവകാശം അയാൾ അമ്മയോട് പറഞ്ഞ് അച്ഛനെ പിന്തിരിപ്പിക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ ഇത്ര വേഗം ഇവർ? ആ പെണ്ണ് പഠിക്കുന്നതേ ഉള്ളൂ. കോഴ്സ് തീരുന്നതിനു മുമ്പേ തൻ്റെ തലയിൽ കെട്ടിവെച്ചേ അടങ്ങൂ. ബോധമില്ലാത്ത ജന്തുക്കൾ. ശ്രീരാജിനോടൊന്ന് ആലോചിച്ചിട്ട് പോരായോ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതെന്ന് മേനോനോട് ഞാൻ ചോദിച്ചതാ. ഞാൻ പറയുന്നതിലപ്പുറം വേറൊരു അഭിപ്രായമില്ല എൻ്റെ മോന് എന്നായിരുന്നു മേനോൻ്റെ മറുപടി. അച്ഛാ, ഇതിലും ഭേദം മോൻ്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നതായിരുന്നു. 2 ബെഡ്റൂം ഫ്ലാറ്റാ ഇത് അല്ലയോ? ചുറ്റും ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് അംബുജൻ ചോദിച്ചു. അതെ, ദുർബലമായ സ്വരത്തിൽ അവൻ പറഞ്ഞു. പെട്ടെന്ന് അവൻ കണ്ണുകൾ കൊണ്ട് പരിസരമാകെ അരിച്ചു പെറുകി. ഹണിയുടെ ചെരുപ്പോ അവളുടെ കർച്ചീഫോ ഹെയർ പിന്നോ നെയിൽ പോളിഷോ ഒന്നിലും ഒരു ശ്രദ്ധയുമില്ലാത്ത പെണ്ണാണ്. അടുക്കും ചിട്ടയും തീരെയില്ല. എന്ത് ഉപയോഗം കഴിഞ്ഞ് അവിടെ തന്നെ ഇടും. പെട്ടെന്ന് കോളിംഗ് ബെല്ല് മുഴങ്ങി. ശ്രീരാജൻ്റെ ശ്വാസം നിലച്ചു. ഹണി വന്നു കഴിഞ്ഞിരിക്കുന്നു. എഴുന്നേൽക്കാനാവാതെ അവൻ മരവിച്ചു പോയ കാലുകളോടെ ഇരുന്നു. ആരോ വന്നിട്ടുണ്ട് മോനെ, ചെന്ന് നോക്ക്, അംബുജം പറഞ്ഞു. ഭയത്തോടെ ഒരു വിധത്തിൽ അവൻ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. വേസ്റ്റ് കൊണ്ടുപോകാൻ വന്ന സ്ത്രീയായിരുന്നു അത്. അവരെ കണ്ടപ്പോഴാണ് അവൻ്റെ ശ്വാസഗതി നേരെയായത്. ഇന്നൊന്നുമില്ല, നാളെ മതി, അവൻ പെട്ടെന്ന് പറഞ്ഞു. സ്ത്രീ പോയപ്പോൾ അവൻ വീണ്ടും വാതിലടച്ചു. വേസ്റ്റ് കൊണ്ടുപോകാൻ വന്ന സ്ത്രീയാ, അവൻ പറഞ്ഞു. അതിന് മോനെവിടെ പാചകം വല്ലതും ചെയ്യുന്നുണ്ടോ? കൗതുകത്തോടെ അംബുജൻ ചോദിച്ചു. കാപ്പിയും ചായയും ഓംലെറ്റും ഉപ്പുമാവും ഒക്കെ ഉണ്ടാക്കും. അത് ശരി, കിച്ചൺ ഞാനൊന്ന് കാണട്ടെ. അംബുജം എഴുന്നേറ്റു. ശ്രീരാജ് വീണ്ടും ഞെട്ടി. ബെഡ്റൂം കാണണമെന്ന് അവർ പറഞ്ഞാലോ? അംബുജം കിച്ചണിലേക്ക് പോയപ്പോൾ ശ്രീരാജ് വേഗം ബെഡ്റൂമിലേക്ക് ചെന്നു. ഹണി മാറിയിട്ട പൈജാമയും ബ്രായും പാൻറ്റീസുമൊക്കെ കട്ടിലിൻ്റെ കാൽക്കൽ കിടക്കുന്നുണ്ടായിരുന്നു. അവൻ അതെല്ലാം വെപ്രാളത്തോടെ വാരിയെടുത്ത് കബോർഡ് തുറന്ന് അതിലൊളിപ്പിച്ചു. പിന്നെയും ഉണ്ടായിരുന്നു മേശപ്പുറത്ത് അവളുടെ ലിപ് ഗ്ലോസും ഹെയർ സ്ട്രെയിറ്റ്നറും മസ്കാരയും സ്റ്റിക്കർ പൊട്ടും. എല്ലാം കൂടി വാരി വലിച്ചെടുത്ത് അവൻ മേശ വലിപ്പിൽ തള്ളി. മറ്റേ ബെഡ്റൂമിലാണ് വസ്ത്രങ്ങൾ. അവൻ വേഗം അങ്ങോട്ട് ചെന്നു. സ്റ്റീൽ ഹാങ്ങറിൽ ഹണിയുടെ സകല തുണികളും തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അവന് പെട്ടെന്നൊരു ബുദ്ധി തോന്നി. മുറി പൂട്ടി വേഗം താക്കോലെടുത്ത് പോക്കറ്റിലിട്ടു. മോനി ശ്രീരാജ്, പെട്ടെന്ന് കിച്ചണിൽ നിന്ന് അംബുജത്തിൻ്റെ വിളി ഉയർന്നു. അവൻ വീണ്ടും ഭയന്നു. സംശയാസ്പദമായ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അവിടെ? എന്താ ആൻറ്റി? അവൻ അങ്ങോട്ട് ചെന്നു. പഞ്ചസാര എവിടെയാ മോനെ വെച്ചേക്കുന്നേ? ഫ്രിഡ്ജിൽ നിന്നെടുത്ത 2 ചെറുനാരങ്ങ ഉണ്ടായിരുന്നു അംബുജത്തിൻ്റെ കയ്യിൽ. കിച്ചൺ കബോർഡ് തുറന്ന് അവൻ പഞ്ചസാര സൂക്ഷിക്കുന്ന പെറ്റ് ജാർ എടുത്തു. പക്ഷേ അപ്പോഴേക്കും
മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും മസാലകളുടെയും ഒക്കെ ചാറുകൾ അംബുജം കണ്ടു. മോൻ ചോറും കറികളുമൊക്കെ വെക്കുന്നുണ്ട് അല്ലയോ? കള്ളം കണ്ടുപിടിച്ചതുപോലെ അവർ ചോദിച്ചു. ശ്രീരാജ് ഒരു വിളറിയെ ചിരിച്ചിരിച്ചു. മിടുക്കൻ, അതൊക്കെ പഠിച്ചിരിക്കണം. എപ്പോഴാണ് അതിൻ്റെയൊക്കെ ആവശ്യം വരുന്നതെന്ന് ആർക്കറിയാം. ഫ്രിഡ്ജിലിരിക്കുന്ന പച്ചക്കറികൾ ഞാൻ കണ്ടു. ഉള്ളിത്തോരനും ഉരുളക്കിഴങ്ങ് തീയലും. അതൊക്കെ മോൻ ഉണ്ടാക്കിയതാണോ? അവൻ നിന്നുരുകി. ചേട്ടന് ദാഹിക്കുന്നെന്ന് പറഞ്ഞു. ഫ്രിഡ്ജിൽ നോക്കിയപ്പോഴാണ് നാരങ്ങ കണ്ടത്. മോനും ഞാൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കിത്തരാം. ഈ സ്ത്രീ എല്ലാം നശിപ്പിച്ചേ അടങ്ങൂ. അവൻ ഡ്രോയിങ് റൂമിലേക്ക് ചെന്നു. പത്രം മറിച്ചു നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു മാധവചന്ദ്രൻ. ഈ ഫ്ലാറ്റിന് എത്രയാ റെൻറ്റ്? അയാൾ ചോദിച്ചു. 13,000. അവൻ പറഞ്ഞു. അതിത്തിരി കൂടുതലാ. സാരമില്ല, ഇനി 1-2 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ശ്രീരാജിന് അവിടെ വന്ന് താമസിക്കാമല്ലോ. അപ്പോഴാണ് ശ്രീരാജിനൊരു ബുദ്ധി തോന്നിയത്. അവൻ മൊബൈലെടുത്ത് ഹണിയെ വിളിച്ചു. അവൾ എത്തും മുമ്പ് അവളുടെ വരവ് തടഞ്ഞാൽ രക്ഷപ്പെട്ടു. പക്ഷെ ബെല്ലടിച്ച് നിന്നതല്ലാതെ അവൾ കോൾ എടുത്തില്ല. ബസ്സിലായിരിക്കും. വണ്ടിയുടെ ഇരമ്പൽ കൊണ്ട് കേൾക്കാത്തതായിരിക്കും. 2 ഗ്ലാസ് നാരങ്ങ വെള്ളവുമായി അംബുജം വന്നു. ഒന്ന് അവർ മാധവചന്ദ്രന് കൊടുത്തു. കുടിക്കും മോനെ. മറ്റേത് അവർ ശ്രീരാജിന് നേരെ നീട്ടി. തൊണ്ട വരണ്ടുണങ്ങിപ്പോയതിനാൽ അവൻ അത് വാങ്ങി ഒറ്റ വീർപ്പിന് കുടിച്ചു. പെട്ടെന്ന് ഹണിയുടെ വിളി വന്നു. ശ്രീരാജ് ആ കോൾ എടുത്തു. ഞാൻ ബസ്സിലാ ശ്രീ, 5 മിനിറ്റിനകം എത്തും. നിന്റെ ഉറക്കം കഴിഞ്ഞോ? അവൾ ചോദിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ. എന്താണ്? അവൻ മാധവചന്ദ്രനെയും അംബുജത്തെയും ഒന്ന് നോക്കി. രണ്ടുപേരും ഏതോ സ്വകാര്യ സംഭാഷണത്തിലായിരുന്നു. മൊബൈലുമായി അവൻ ബെഡ്റൂമിലേക്ക് ചെന്നു. നമുക്കിന്ന് പുറത്തുനിന്ന് കഴിച്ചാലോ? അവൻ ചോദിച്ചു. ഓക്കേടാ, ആ കാര്യം പറയാനും കൂടിയാണ് ഞാൻ വിളിച്ചേ. ഞാൻ സിവിൽ സ്റ്റേഷൻ സ്റ്റോപ്പിൽ ഇറങ്ങാം. നീ ഇങ്ങ് വന്നാൽ മതി. എന്താ? ഹണിയെ കെട്ടിപ്പിടിച്ച് ഒരുമ കൊടുക്കണം. ആ നിമിഷം അവൻ തീരുമാനിച്ചു. ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന സമയമേ ഉള്ളൂ. 10 മിനിറ്റിനകം ഞാൻ വരാം. നീ അവിടെ വെയിറ്റ് ചെയ്താൽ മതി. അവൻ പറഞ്ഞു. ശരി ശ്രീ. തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷെ സംഗതി സീരിയസ് ആയി കഴിഞ്ഞു. എത്രയും വേഗം രക്ഷപ്പെട്ടില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകും. അവൻ മാധവചന്ദ്രൻ്റെയും അംബുജത്തിൻ്റെയും അടുത്തേക്ക് ചെന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ലഞ്ച് കഴിക്കാൻ അവൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അവൻ ക്ഷമാപണത്തോടെ പറഞ്ഞു. അതിനെന്താ, ഞങ്ങൾ ഇറങ്ങുക. ഇടയ്ക്ക് വീട്ടിലേക്കും വാ, കഴിച്ചിട്ട് പോകാം. അക്കാര്യത്തിൽ ഒരു നാണവും വിചാരിക്കണ്ട. അംബുജം ക്ഷണിച്ചു. വരാ ആൻറ്റി. അവൻ സമ്മതിച്ചു. രണ്ടുപേരും എത്രയും വേഗം പോയാൽ മതിയായിരുന്നു. ഞങ്ങൾ വണ്ടിയിലാണ് വന്നത്. ശ്രീരാജിന് പോകേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ വിടാം, മാധവചന്ദ്രൻ പറഞ്ഞു. വേണ്ട അങ്കിൾ, ബൈക്കുണ്ട്. ശരി, അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്നു. സമയം കിട്ടുമ്പോൾ വരണേ. വരാം. അവർ യാത്ര പറഞ്ഞിറങ്ങി. ശ്രീരാജ് വേഗം വാതിലടിച്ചു. എങ്ങനെയാ ഹണിയോട് എല്ലാം പറയും? എവിടെ തുടങ്ങണം? അവൻ വേഗം വേഷം ധരിച്ചു. ഹണി കാത്തു നിന്ന് മുഷിയും. ഫ്ലാറ്റ് പൂട്ടി അവൻ ലിഫ്റ്റിനടുത്തേക്ക് മെല്ലെ നടന്നു. അടുത്ത ഭാഗം നാളെ.